വളപട്ടണം പള്ളികളുടെ നഗരം. വളപട്ടണം 2.4 ചതുരശ്ര കിലോമീറ്ററാണ് വളപട്ടണത്തിന്റെ വിസ്തീർണം. 8000 ജനസംഖ്യയും 5000 വോട്ടർമാരുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ കേരളത്തിലെ ഏറ്റവും ചെറിയ പഞ്ചായത്തായ വളപട്ടണത്ത് 30ഓളം പള്ളികളുണ്ട്. അതിൽ 22 പള്ളികൾ പഴയകാല പള്ളികളാണ്. ഇസ്ലാമിന്റെ സാന്നിധ്യത്തിന്റെ ആവിഷ്കാരമാണ് പള്ളി എന്ന് പറയുന്നത്. സമൂഹ പ്രാർത്ഥനയ്ക്ക് വേണ്ട സ്ഥലമാണിത്. വളപട്ടണത്തെ പള്ളികളിൽ പ്രധാനം കക്കുളങ്കര പള്ളിയാണ്. കക്കുളങ്കര പള്ളി കേരള സർക്കാരിന്റെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട പള്ളിയാണിത്. സയ്യദ് അബൂബക്കർ, അദ്ദേഹത്തിന്റെ സഹോദരൻ സയ്യദ് ഹുസൈൻ, ഇരുവരുടെയും സഹോദരി പുത്രനായ സയ്യദ് മുഹമ്മദ് എന്നിവർ വളപട്ടണത്ത് വരികയുണ്ടായി. പള്ളി നിർമ്മിക്കാൻ കോലത്തിരി രാജാവിനോട് സഹായം അഭ്യർത്ഥിച്ചു. പള്ളി നിർമ്മിക്കാനുള്ള സ്ഥലവും മറ്റ് സൗകര്യങ്ങളും താമസിക്കാനുള്ള വീടും കോലത്തിരി രാജാവ് നൽകുകയുണ്ടായി. പള്ളികളൊക്കെ നിർമ്മിക്കുന്നത് ദീർഘചതുരാകൃതിയിലായിരിക്കും. അതുപോലെ തന്നെ കക്കുളങ്കര പള്ളിയും നിർമ്മിച്ചിരിക്കുന്നത്. പള്ളിക്ക് പൂമുഖവും അകത്തളവും ഇരുവശവും ഇടനാഴികളുമുണ്ട്. തുറസ്സായ ജാലകങ്ങളിലൂടെ കാറ്റും വെളിച്ചവും സമൃദ്ധമായി കടക്കുന്നു. മേൽപ്പുരയിൽ കാണുന്ന കൊത്തുപണികൾ പൂക്കളും ഇലകളും മുട്ടുകളുമാണ്. ഷാജഹാൻ ചക്രവർത്തിയുടെ കാലത്ത് തന്നെ മുഗളമാർക്ക് ഉസ്ബക്കുമായി ബന്ധമുണ്ട്. ഡൽഹി ജുമുഅ മസ്ജിദിൽ നൂറ്റാണ്ടുകളായി ബുഖാരികളാണ് ഇമാമുമാരായി വർത്തിച്ചത്. സോവിയറ്റ് റഷ്യയുടെ ഭാഗമായ ബുഖാറയിൽ നിന്നും 1397-98 കാലഘട്ടത്തിൽ മതപ്രചരണത്തിന് സയ്യദ് ജലാലുദ്ദീൻ ബുഖാരി വളപട്ടണത്ത് വരികയുണ്ടായി. തുടർന്ന് ഇബ്രാഹിം കാസിയുടെ പുത്രിയെ ജലാലുദ്ദീൻ ബുഖാരി വിവാഹം ചെയ്തു. ജലാലുദ്ദീൻ ബുഖാരി തങ്ങളുടെ പിൻതലമുറക്കാരെ ബുഖാറ തങ്ങൾമാർ എന്നാണ് വിളിക്കുന്നത്. ആ വഴിയിലൂടെയാകണം വളപട്ടണത്തേക്ക് ജലാലുദ്ദീൻ ബുഖാരി തങ്ങളുടെ വരവ് ഉണ്ടായതെന്ന് കരുതാം. ജലാലുദ്ദീൻ ബുഖാരിയുടെ ഏകമകൻ സയ്യദ് ഇസ്മായിൽ ബുഖാരി നാട് നീളെ മതപ്രചരണം നടത്തുകയും മതപരമായ പ്രശ്നങ്ങൾക്ക് ഫത്വയും നൽകുകയുണ്ടായി. തുടർന്ന് ഇദ്ദേഹം കൊച്ചിയിൽ സ്ഥിരതാമസമാക്കി. ഇദ്ദേഹത്തിന് അഹമ്മദ്, മുഹമ്മദ്, ഫക്രുദ്ദീൻ എന്നീ പുത്രന്മാരും ഫാത്തിമ എന്ന പുത്രിയും ഉണ്ടായിരുന്നു. ഇവരുടെ സന്താന പരമ്പരയിൽപ്പെട്ടവർ ചാവക്കാട്, പാടൂർ, വളപട്ടണം, തലശ്ശേരി, മാട്ടൂൾ, ഏഴിമല, കുഞ്ഞിമംഗലം, കൊച്ചി, കരുവന്തുരുത്തി, ചാലിയം, പഴയങ്ങാടി, കണ്ണൂർ, മലപ്പുറം എന്നീ പ്രദേശങ്ങളിൽ താമസിക്കുന്നു. സയ്യദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങളാണ് കക്കുളങ്കര പള്ളിയുടെ അരികിലുള്ള മിനാരവും കുബ്ബയും വീതിയും വിസ്താരവുമുള്ള വലിയ ഹാളും നിർമ്മിച്ചത്. ഇതിനു തൊട്ടാണ് ജലാലുദ്ദീൻ ബുഖാരിയുടെ മക്ബറയുള്ളത്. മിനാരത്തിന്റെ ഉയരത്തിൽ കയറി നിന്നാണ് അക്കാലത്ത് വാങ്ക് വിളിച്ചിരുന്നത്. കക്കുളങ്കര പള്ളിയുടെ തൊട്ടരികിൽ സയ്യദ് ജലാലുദ്ദീൻ ബുഖാരി നിർമ്മിച്ച കാര്യാലയത്തിൽ വെച്ചാണ് മഹല്ലിലെ പ്രശ്നങ്ങൾ അദ്ദേഹം പരിഹരിച്ചത്. ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ മരണമടഞ്ഞപ്പോൾ കാര്യാലയത്തിന്റെ മുൻഭാഗത്ത് അദ്ദേഹത്തിന് മക്ബറ ഒരുക്കുകയുണ്ടായി. ഈ മക്ബറയിൽ വിരിച്ച ടൈൽസ് മൈസൂർ കൊട്ടാരത്തിലെ ടൈൽസുമായി സാമ്യമുണ്ട്. ജലാലുദ്ദീൻ ബുഖാരിയുടെ മക്ബറ സാക്ഷിയായി മഹലിലെ പ്രശ്നങ്ങളും തർക്കങ്ങളും പരിഹരിക്കുകയാണ് തുടർന്നുള്ള കാളിമാർ ചെയ്തിരുന്നത്. വളപട്ടണം ഖാസിയുടെ അധികാരപരിധി അക്കാലത്ത് വിപുലമാണ്. മത ന്യായാധിപനായ കാളിക്ക് ഉയർന്ന പദവിയാണ് മഹല് നൽകുന്നത്. വളപട്ടണം, മാങ്കടവ്, പാലത്തിന്റെ അക്കര, കാട്ടാമ്പള്ളി, കണ്ണാടിപ്പറമ്പ്, കമ്പിൽ, പന്നിയങ്കണ്ടി, മുണ്ടേരി, മാട്ടൂൽ, മുല്ലക്കൊടി, കയറളം, കണ്ടക്കൈ, കവ്വായി മാടായി, രാമന്തളി, എട്ടിക്കുളം മുതലായ മഹല്ലുകൾ വളപട്ടണം ഖാസിയുടെ കീഴിലായിരുന്നു. കക്കുളങ്കര പള്ളി നിർമ്മിക്കുവാൻ സ്ഥലവും സൗകര്യവും നൽകിയ കോലത്തിരി രാജാവുമായി വളപട്ടണം കാളിമാർ അഭേദ്യമായ ബന്ധം നിലനിർത്തിയിരുന്നു. വളപട്ടണത്തിൽ നിന്നും കാളിയായി തിരഞ്ഞെടുത്താൽ നാട്ടുകാരുടെയും പൗരപ്രമാണിമാരുടെയും കുടുംബക്കാരുടെയും അകമ്പടിയോടെ കാളിയെ പല്ലക്കിൽ ഇരുത്തും. നാട്ടിലെ ഗലാസികൾ പല്ലക്ക് ചുമലിലേറ്റി ദഫും കോൽക്കളിയും ബെയ്ത്തിന്റെയും അകമ്പടിയോടെ ചിറക്കൽ കൊട്ടാരത്തിലേക്ക് ഖാസിയെ കൊണ്ടുപോകുന്ന ആചാരം കുറെ കാലവും തുടർന്നു പോയിരുന്നു.
വളപട്ടണം കാളിക്ക് കോലത്തിരി രാജാവാണ് കാളി പട്ടം നൽകിയിരുന്നത്. കാളി കുടുംബത്തിലെ കല്യാണത്തിന് കോലത്തിരി രാജാവിന്റെ കുടുംബത്തെയും കോലത്തിരി രാജാവിന്റെ കുടുംബത്തിലെ കല്യാണത്തിന് കാളിയുടെ കുടുംബത്തെയും അന്യോന്യം ക്ഷണിക്കുന്ന പതിവുണ്ടായിരുന്നു. വളപട്ടണം ഖാസിമാർ അറബിയിലും അറബി മലയാളത്തിലും അനേകം കൃതികൾ എഴുതിയിട്ടുണ്ട്. മതന്യായാധിപനായ ഖാസി നിയമപരമായി ഉയർന്ന പദവിയാണ് മഹൽ നൽകുന്നത്. ഇസ്ലാമിക നിയമങ്ങൾ വ്യാഖ്യാനിക്കുകയും തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കുകയും ചെയ്യുകയാണ് ഖാസിയുടെ ചുമതല. കാളിയുടെ സ്ഥാനാരോഹണ ചടങ്ങിന്റെ ആഘോഷം കാളിയുടെ തറവാട്ടുപുരയിലും ചിറക്കൽ കൊട്ടാരത്തിലും കെംഗേമമായി ആഘോഷിച്ചിരുന്നു. സയ്യദ് അബൂബക്കറിന്റെ മരണശേഷം സുപ്രസിദ്ധ അറബി സാഹിത്യകാരനായ ഖാസി ഗുലാമുദ്ദീൻ വളപട്ടണത്തെ ഖാസിയായി ചുമതലയേറ്റു. 1973 സയ്യദ് ഹാമിദായിരുന്നു ഖാസി സ്ഥാനം.